ഹലോ കൂട്ടുകാരെ, കുട്ടികളുടെ ബുദ്ധി വികസനത്തിന് കഴിക്കേണ്ട ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മുട്ട. ദിവസവും കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നത് പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യാൻ വളരെ സഹായകമാകും. അതിനാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ദിവസവും മുട്ട കൊടുക്കാം. രണ്ടാമതായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് പാല്. പാല് ദിവസവും കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വൈറ്റമിൻസ് ധാരാളമായി കിട്ടും. പാല് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ദിവസേന നമുക്ക് പാല് നൽകാം. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് ഓട്സ്. ഓട്സ് സാധാരണ വീട്ടിലെ മുതിർന്നവർക്കാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രായമായവർക്കാണ് കൂടുതൽ ഓട്സ് കൊടുത്ത് കാണുന്നത്. എന്നാൽ കുട്ടികൾക്ക് ഓട്സ് വളരെ നല്ലതാണ്. ഓട്സിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള മിനറൽസും ഉണ്ട്. അത് കുട്ടികളുടെ ബ്രെയിനിന് വളരെ നല്ലതാണ്. സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തു പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനും അവരുടെ രുചിക്കും അനുസരിച്ച് നമുക്ക് ഓട്സ് തയ്യാറാക്കി കൊടുക്കാം. പിന്നെയുള്ള ഒന്നാണ് ഇലക്കറികൾ. കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഇലക്കറികൾ. എന്നാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നുകൂടിയാണ് ഇലക്കറികൾ. ചോറിൻ്റെ കൂടെ ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അരിഞ്ഞു ചേർത്ത് നമുക്ക് ഇലക്കറികൾ അവർക്ക് ശരീരത്തിൽ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒന്നാണ് ഫ്രൂട്ട്സ്. പുറത്തുനിന്ന് വിഷമുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കാശും കളഞ്ഞ് അവരുടെ ആരോഗ്യവും കളയാതെ നമ്മുടെ പരിമിതമായ സ്ഥലത്ത് തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ചില ഫ്രൂട്ട്സാണ് പപ്പായ, പേരയ്ക്ക, മൾബറി, ചാമ്പ, പാഷൻ ഫ്രൂട്ട് മുതലായവയെല്ലാം. അതിന് നമ്മുടെ ഒരു ചെറിയ മനസ്സ് മാത്രം മതി. എത്ര കുറവ് സ്ഥലമാണെങ്കിൽ പോലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചെറിയ അടുക്കളത്തോട്ടം. പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വഴുതന, കുറ്റിവെണ്ട തുടങ്ങിയവയെല്ലാം നമുക്ക് തന്നെ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യാനുസരണം ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ തയ്യാറാകാം. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പിന്നീട് നമ്മുടെ മാനസിക ഉല്ലാസത്തിനും നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ വിളമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നീട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒന്നാണ് മീൻ. മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് വറുത്തും പൊരിച്ചുമാണ് കൊടുക്കുന്നത് കുട്ടികളുടെ ഇഷ്ടത്തിന്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മീൻ കറി വെച്ചാണ് കൊടുക്കേണ്ടത്. നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിന് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് പോഷകമാകുന്ന തരത്തിൽ വേണം ഭക്ഷണം നമ്മൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നമുക്കൊന്ന് മാറ്റാം. വട്ടത്തിലൊരു ദോശ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനെ പൂച്ചയായിട്ടും ആനയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ബീട്രൂട്ടൊക്കെ അതിൽ അരച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ കളറൊക്കെ മാറുമ്പം കുട്ടികൾ കഴിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ കൊടുക്കുമ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. പിന്നെ അമിതമായുള്ള പഞ്ചസാര പാലിലോ മറ്റിലൊന്നും കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് രുചിയേക്കാളേറെ നമ്മൾ ആ പ്രസൻറ്റേഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതെല്ലാം എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കുമല്ലോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. താങ്ക്